നമസ്കാരം, ഞാൻ ഡോക്ടർ ഗാഥ, മലപ്പുറം ജില്ലയിലെ ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്കിലെ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർത്തവ ക്രമക്കേടുകളെ കുറിച്ചാണ്. ഇന്ന് പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് മെനിസ്ട്രൽ പ്രോബ്ലംസ്. അതായത് PCOD കാരണമാവാം, അല്ലെങ്കിൽ തൈറോയ്ഡ് കാരണമാവാം, അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസ് കാരണം പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഈ ക്രമക്കേടുകൾ കാണാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആർത്തവം എന്താണെന്ന് നോക്കാം. ആർത്തവം അല്ലെങ്കിൽ മാസമുറ, മെൻസസ്, ഇത് നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഒരു പെൺകുട്ടി സ്ത്രീയിലേക്കാവുന്ന ഒരു പരിണാമം. ഒരു ആരോഗ്യകരമായിട്ടുള്ള സ്ത്രീ ശരീരത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് കറക്റ്റായിട്ട് പീരീഡ്സ് ആവുക എന്നുള്ളത്. സാധാരണ 10-12 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ പീരീഡ്സ് ആവും. അതിനുശേഷം ഒരു 50 വയസ്സ് വരെ ഈ പീരീഡ്സ് സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 28 ദിവസമാണ്. ചില ആളുകൾക്ക് കുറച്ചൊന്ന് ഒരാഴ്ച മുന്നിലേക്കോ ഒരാഴ്ച പിന്നിലോട്ടോ ഒക്കെ വരാറുണ്ട്. അത് ഒരു നോർമൽ പ്രക്രിയയാണ്. അതുപോലെ തന്നെ പീരീഡ്സ് ആവുന്ന ടൈമിൽ, അതായത് പെൺകുട്ടികൾ പീരീഡ്സ് അറ്റൈൻ ചെയ്യുന്ന മെനാർക്കെ ടൈമിൽ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് കുറച്ചു കാലം ഒന്ന് കാണാറുണ്ട്. അതൊരു നോർമലാണ്. ഇത് ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മെനോപോസ് ടൈമിലും ഒരു 45 വയസ്സ് കഴിഞ്ഞ് ചില സ്ത്രീകളിൽ പീരീഡ്സ് ഒന്ന് ഡിലേ ആവാറുണ്ട്. കറക്റ്റായിട്ട് എല്ലാ മാസവും ആവാറില്ല. അതുപോലെ തന്നെ ബ്ലീഡിങ് ചില ആളുകൾക്ക് ഓവറായിട്ട് വരിക, അതും മെനോപോസിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു ടൈമിൽ പീരീഡ്സ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചേഞ്ചസ് ആണത്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ കറക്റ്റായിട്ട് പീരീഡ്സ് ആവുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതായത് ചില സ്ത്രീകൾക്ക് പീരീഡ്സ് താമസിച്ച് വരിക, അല്ലെങ്കിൽ പീരീഡ്സ് വന്നിട്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് 7 ദിവസത്തിൽ കൂടുതൽ വരിക. സാധാരണ ഒരു 1 to 7 days വരെയൊക്കെയാണ് പീരീഡ്സിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസസ് ആയി ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ചില ആൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇടയിലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, അതായത് 15 days ഗ്യാപ്പിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുക, പിന്നെ ഓവർഫ്ലോ വരിക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇറഗുലാരിറ്റീസും ഇന്ന് കാണാറുണ്ട്. പീരീഡ്സ് ആയി ഫസ്റ്റ് ഡേ മുതൽ ഒരു 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ വരുന്നത്. ഓവുലേഷൻ എന്ന് പറയുമ്പോൾ അണ്ടവിസർജനം വരുന്നത്. ഒരു മെച്യൂർ ആയിട്ടുള്ള ഓവം പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അടുത്ത 14 ദിവസം കൊണ്ട് അത് യൂട്രസിലേക്ക് എത്തുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ബീജസങ്കലനം ഒന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഷെഡായി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ യൂട്രസിൻ്റെ പാളിയായിട്ടുള്ള എൻഡോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല തിക്കായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഈ ബീജസങ്കലനം ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഷെഡായിട്ട് പോകും. അപ്പോൾ അതാണ് നമുക്ക് പീരീഡ്സ് ആയിട്ട് വരുന്നത്. ഈ ഓവുലേഷൻ ടൈമിൽ, അതായത് ഈ 14ാമത്തെ ടൈമിൽ ഈ ഓവം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഓവായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഓവം ബീജസംയോജനത്തിന് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ, അതായത് ഈ ഓവുലേഷൻ ആ ഒരു കറക്റ്റായിട്ട് 28 ദിവസം കഴിഞ്ഞ് പീരീഡ്സ് ആവുന്ന ഒരാൾക്ക് ഒരു 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ബന്ധപ്പെടുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഗർഭധാരണം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൺസീവ് ആവാനുള്ള ഒരു ടൈം ആണ്, ബെസ്റ്റ് ടൈമാണ് ഈ ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കൺസീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ യൂട്രസ് അതിനനുസരിച്ച് പാകപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ പീരീഡ്സിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുമ്പോഴാണ് പൊതുവേ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ മാസമുറ ഉണ്ടാവില്ല. സാധാരണ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് എപ്പോഴും ഒരു അസുഖം കാരണം തന്നെ ആയിക്കോണം വരുന്നത് എന്നുമില്ല. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പീരീഡ്സ് മെനോപോസിൻ്റെ ടൈമിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പൊതുവേ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് ടെൻഷൻ വരുന്ന സ്ത്രീകൾക്ക്, അതായത് ഇപ്പോൾ എക്സാം അടുപ്പിച്ച് വരുമ്പം പെൺകുട്ടികളിൽ മെൻസസ് ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. അവർ ആവുന്നതിൽ കുറച്ച് ഡേറ്റ് വ്യത്യാസം കാണാറുണ്ട്. അതുപോലെ തന്നെ മാരേജ് ഡേറ്റ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പീരീഡ്സ് ഡേറ്റിൽ കറക്റ്റായിട്ട് ആവുന്നില്ല, അങ്ങനെ പല ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. അത് അവരുടെ ഒരു അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കാരണമാണ് അങ്ങനെ വരുന്നത്. കോപ്പറേറ്റി ഇട്ട സ്ത്രീകളിൽ കാണാറുണ്ട്, ചെറുതായിട്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിലും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. പിന്നെ പൊതുവേ ഈ ഇറഗുലാരിറ്റീസ് കാണുന്ന 2 അസുഖങ്ങളാണ് PCOD അഥവാ PCOS എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയും. ഇന്ന് ഒരുവിധം സ്ത്രീകൾക്ക് ഉള്ള ഒരു ഇഷ്യൂ ആണ് PCOD അല്ലെങ്കിൽ PCOS. അതായത് ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ഒരു ഇഷ്യൂ ആണ് PCOD. മെയിൽ ഹോർമോണായ ആൻഡ്രജൻ്റെ അളവ് ഈസ്ട്രജനേക്കാളും കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് PCOSൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതായത് കറക്റ്റായിട്ട് പീരീഡ്സ് ആവില്ല. ഒരു 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ, അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ടാണ് പീരീഡ്സ് ആവുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ ഈ മെയിൽ ഹോർമോൺസ് കൂടുന്നത് കാരണം നമ്മുടെ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം, ഹെയർ ഗ്രോത്ത്, അമിതമായിട്ടുള്ള വണ്ണം, വന്ധ്യത തുടങ്ങിയവയ്ക്കൊക്കെ ഈ PCOD കാരണമാവാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്. അതായത് പീരീഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹെവി ആയിട്ടുള്ള ഫ്ലോ വരുന്ന ഒന്നാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്. ഇത് ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് വരുന്നത് തന്നെയാണ്. പിന്നെ മറ്റൊന്നാണ് തൈറോയിഡ്. ഇന്ന് കുറേ സ്ത്രീകൾക്കുള്ളൊരു ഇഷ്യൂ ആണ്. ഒന്നുമില്ലെങ്കിൽ തൈറോയിഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തൈറോയിഡ് കുറവായിരിക്കും. അത് കാരണം തന്നെ അവർക്ക് ക്ഷീണം, തടി കൂടുതലാവുന്ന അവസ്ഥ, തടി കുറയുന്ന, ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ തടി കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ്സം ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തടി കുറവായിരിക്കും. ഈ രണ്ട് ബുദ്ധിമുട്ട്, അതായത് ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകൾക്കും ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആളുകൾക്കും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. അപ്പോൾ മാസമുറ കറക്റ്റായിട്ട് ആവാതിരിക്കുന്നതും അതുപോലെ തന്നെ വരികയാണെങ്കിൽ തന്നെ ചില ആളുകൾക്ക് ഓവറായിട്ട് ബ്ലീഡിങ് വരിക, വളരെ അസ്വസ്ഥത കാണാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെയാണ് PCOD അല്ലെങ്കിൽ ഈ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കാണാറുണ്ട്. അതും ഈ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ അടിവയർ വേദനയും ക്ഷീണം, വെള്ളപ്പോക്ക് പോലത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കറക്റ്റായിട്ട് വരുന്ന പീരീഡ്സിന് ഇറഗുലർ ആവാനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണോ കാരണം അത് കണ്ടെത്തിയിട്ട് കറക്റ്റായിട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ PCOD തൈറോയിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് ഈ ഹോർമോണൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ എഫക്റ്റീവായിട്ടുള്ള പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക്